ഹായ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. നല്ല ആഹാരങ്ങളൊക്കെ കഴിച്ചിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് നല്ല ന്യൂട്രിയൻസുകൾ ശരീരത്തിലേക്ക് കറക്റ്റായി വരാത്തത്? എന്തുകൊണ്ടാണ് ക്ഷീണം മാറാത്തത്? മറ്റു പ്രശ്നങ്ങളൊന്നും മാറാത്തത് എന്നുള്ള സംശയമുണ്ടോ? അതിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ പലരും ചിന്തിച്ചിരിക്കുന്നത് നല്ല ആഹാരങ്ങളൊക്കെ, നല്ല പോഷകങ്ങളുള്ള ആഹാരങ്ങളൊക്കെ എപ്പോഴും കഴിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിന് ഗുണം ചെയ്യുമെന്നതാണ്. അത് വാസ്തവം തന്നെയാണ്. പക്ഷേ എപ്പോഴും അത് ഗുണം ചെയ്യുമോ? കാരണം നമ്മുടെ ആഹാരത്തിൽ എങ്ങനെ ന്യൂട്രിയൻസിനെ ആഗിരണം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ പ്രോട്ടീൻ ആണെങ്കിൽ അതിനെ അമിനോ ആസിഡ് ആയിട്ടും, അതുപോലെ ഫാറ്റിനെ ഫാറ്റി ആസിഡ് ആയിട്ടും, കാർബോഹൈഡ്രേറ്റിനെ ഷുഗർ മോളിക്യൂളായിട്ട് ശരീരം വിഘടിപ്പിക്കും ഡൈജഷനിലൂടെ. ഇന്ന് കുടലിൽ നിന്നും അതിനെ ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ദുർബലമായിട്ടുള്ള ദഹനം, അതായത് വീക്ക് ഡൈജഷൻ ഉള്ള ഒരു വ്യക്തിയിൽ ഇതിൻ്റെ ഡൈജഷൻ പ്രോപ്പറായി നടക്കാത്തത് കൊണ്ട് തന്നെ ആഗിരണം കുറയും. നിങ്ങൾക്ക് വീക്ക് ഡൈജഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വയറ് വീർക്കുന്ന പ്രശ്നം, അതായത് ബ്ലോട്ടിങ് വരും, ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ വരും, അതുപോലെ വയറ്റിൻ്റെ ഭാഗത്തൊരു ഭാരം തോന്നും, അതുപോലെ മലത്തിലൊക്കെ ദഹിക്കാത്ത ആഹാരങ്ങളൊക്കെ കാണപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ 4 കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീക്ക് ഡൈജഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇത് കറക്റ്റ് ചെയ്യാതെ നിങ്ങൾ എത്ര പോഷകങ്ങളുള്ള ആഹാരങ്ങൾ കഴിച്ചിട്ടും കാര്യമില്ല. നിങ്ങളുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആരോഗ്യമുള്ള ഒരു കുടലും അതുപോലെ കേടുപാട് സംഭവിച്ച കുടലും. നമ്മുടെ ചെറുകുടലിൽ വെച്ചിട്ടാണ് നല്ല രീതിയിൽ ആഹാരങ്ങളിൽ നിന്നുള്ള ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നത്. പക്ഷെ ചെറുകുടലിൽ ഇത് ഈ നടക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. അതാണ് വില്ലേ. അതായത് അതിൻ്റെ വാൾ ഇതുപോലെ വളഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നത് കാരണം കൂടുതൽ ഏരിയ കിട്ടും അബ്സോർബ് ചെയ്യാൻ വേണ്ടി. പക്ഷേ 4 കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഈ വില്ലെ നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ നശിച്ചു പോകും. ഒന്നാമത്തേത് പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്നത് കൊണ്ട്, മദ്യപാനം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട്. രണ്ടാമത്തേത് നിങ്ങൾ ഈ മരുന്നുകൾ കൂടുതലായി ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട്, പ്രത്യേകിച്ചും ആൻറ്റിബയോട്ടിക്കുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഇത് സംഭവിക്കാറുണ്ട്. മൂന്നാമത്തേത് പഞ്ചസാര അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, കൂടുതൽ ഷുഗറി ആയിട്ടുള്ളതും, അതുപോലെ ഷുഗർ തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മൾ കഴിക്കുന്ന വെളുത്ത അരി ഉണ്ടല്ലോ, അതിൻ്റെ ആഹാരം വയറ് നിറയെ എപ്പോഴും കഴിച്ച് ശീലമാക്കുന്നവർക്കും ഇതേ പ്രശ്നം വരും. നാലാമത്തേതാണ് സ്ട്രെസ്, മാനസികപരമായിട്ടുള്ള സമ്മർദ്ദം. ഈ 4 കാര്യങ്ങൾ ഒരുപാട് കാലത്തേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഈ വില്ലേ, അതായത് കുടലിൻ്റെ ആ വളഞ്ഞു നിൽക്കുന്ന ഭാഗങ്ങൾ നശിച്ചു പോകാൻ തുടങ്ങും, അബ്സോർപ്ഷൻ കുറയാൻ തുടങ്ങും. ഓക്കെ. ഇനി ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ, ഇത്തരത്തിലുള്ള ഞാൻ പറഞ്ഞ 4 കാര്യങ്ങൾ കൊണ്ട് തന്നെ ഒരാളും കൂടിയും പ്രശ്നത്തിൽ പെടുന്നുണ്ട്. അതാണ് കുടലിലെ നല്ല ബാക്ടീരിയകൾ. ആ ബാക്ടീരിയകൾ നശിച്ചു പോവുകയും പകരം ചീത്ത ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെ കുടലിൽ വളരാൻ തുടങ്ങും. ഇത് വളരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ വില്ലേ, അതുപോലെ അബ്സോർബ് ചെയ്യുന്ന വാളിനെ കൂടുതലായി നശിപ്പിക്കാനും തുടങ്ങും. പല ആൾക്കാരും ഇതിന് പരിഹാരമായിട്ട് പ്രോബയോട്ടിക് സപ്ലിമെൻ്റ് ഒരുപാട് കഴിക്കും. ശരിയാണ്, ഇത് കഴിച്ചാൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഗുണം ചെയ്യാറുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, പ്രോബയോട്ടിക് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്തുകൊണ്ട് ആ പ്രോബയോട്ടിക്സ്, അതായത് കുടലിലെ ബാക്ടീരിയ നശിച്ചു പോകുന്നു, അതിന് കറക്റ്റ് ചെയ്യുക എന്നുള്ളത്. ഞാൻ പറഞ്ഞ 4 കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കണം. അത് കറക്റ്റ് ചെയ്യാതെ നിങ്ങൾ ഈ പ്രോബയോട്ടിക് സപ്ലിമെൻ്റ് എത്ര കഴിച്ചിട്ടും കാര്യമില്ല. നിങ്ങളുടെ കുടലിലെ ബാക്ടീരിയ പ്രോപ്പറായി നിലനിൽക്കില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ വിട്ടുമാറാത്തൊരു സ്ട്രെസ്സാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വില്ലൻ. പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് സ്ട്രെസ് എന്ന് പറയുന്നത് മാനസിക സമ്മർദ്ദം മാത്രമാണ് എന്നാണ്. അല്ല, മാനസിക സമ്മർദ്ദത്തിൽപ്പെട്ട ഒരു വ്യക്തി ശരീരത്തിൽ ആന്തരികമായിട്ട് ഫിസിയോളജിക്കൽ സ്ട്രെസ്സിൻ്റെ ട്രാപ്പിലൂടെ വന്നു പോകും. കാരണം കോർട്ടിസോൾ ഒരു തവണ ക്രോണിക്കായിട്ട് മാനസിക സമ്മർദ്ദം കാരണത്താലൊക്കെ ഒന്ന് കൂടിക്കഴിഞ്ഞാൽ അത് ശരിക്കും നമ്മുടെ ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി അഡ്രിനൽ ആക്സിസ് എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്. അതിനെ തന്നെ ഡാമേജ് ആവും. അത് ഡാമേജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ കോർട്ടിസോൾ ഒരുപാട് കാലത്തേക്ക് ഇത് കൂടി നിൽക്കും. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും ആ സ്ട്രെസ്സ് വരുന്ന ഇവൻ്റ്, ആ ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്നില്ല. എന്നിരുന്നാൽ പോലും നമുക്കൊരു ക്ഷീണം, മടി, നമുക്കൊരു എന്താ പറയുക, ഒരു സന്തോഷം തോന്നാത്ത അവസ്ഥയിലൂടെ തന്നെ ജീവിതം കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സ്ട്രെസ്സ് മാനേജ് ചെയ്യണം. ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്യണം. റെഗുലറായി എക്സസൈസ് ചെയ്യണം. പറ്റുമെങ്കിൽ യോഗ ചെയ്യണം. ഇത് ചെയ്ത് നിങ്ങളുടെ സ്ട്രെസ് മാനേജ്മെൻറ്റ്, അതായത് സ്ട്രെസ്സ് ശരീരത്തിലേക്ക് കൊടുക്കുന്ന ഇമ്പാക്റ്റിനെ കുറയ്ക്കാനായി ഇത് സഹായിക്കുള്ളൂ. ഇനി സ്ട്രെസ്സ് നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ പ്രകാരമായിട്ട് ഫിനാൻഷ്യലി, ഫാമിലി പരമായിട്ട് വരുന്ന പ്രശ്നമാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടൊരു വ്യക്തിയിൽ നിന്നും തേടുക തന്നെ ചെയ്യണം. ഇനി മോശമായ ഭക്ഷണ രീതികൾ, അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് എങ്ങനെ നമ്മൾ ആഹാരം കഴിക്കുന്നു, നമ്മൾ ബിഹേവിയർ,
ഭക്ഷണം കഴിക്കുന്ന ബിഹേവിയർ എങ്ങനെയാണ്? വേഗത്തിൽ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണോ? നിങ്ങളുടെ ഡൈജസ്റ്റീവ് ഫംഗ്ഷനെ അത് താളം തെറ്റിക്കും. പിന്നെ അമിതമായി ഭക്ഷണം കഴിക്കുന്ന ആളാണോ? അതും പ്രശ്നമാണ്. സമയത്ത് ഭക്ഷണം കഴിക്കാതിരുന്നാലും പ്രശ്നമാണ്. രാത്രി വൈകിട്ട് രാത്രി ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന രീതിയും നല്ലതല്ല. ഇനി ശ്രദ്ധയില്ലാതെ ഭക്ഷണം കഴിക്കുക. അതായത് എന്തെങ്കിലും മൊബൈൽ ഫോണോ നോക്കിയിട്ടോ ടിവി കണ്ടിട്ടോ ഒക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കുക. ഇതൊക്കെ ഡൈജഷനെ തീർച്ചയായും ബാധിക്കും. ആഗിരണം മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു 5 സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതായത് ഭക്ഷണം നന്നായി ചവച്ചരച്ച് കഴിക്കുക, അതുപോലെ സാവധാനം കഴിക്കുക, അതുപോലെ കൃത്യസമയത്ത് എല്ലാ ദിവസവും കഴിക്കുക, ലേറ്റായി ഭക്ഷണം കഴിക്കാതിരിക്കുക, വ്യായാമം ചെയ്യുക. ഈ 5 സ്റ്റെപ്പ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ ദുശീലങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ഡൈജസ്റ്റീവ് ഫംഗ്ഷൻ കുറഞ്ഞൊരു വ്യക്തികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു പോയിന്റ് കൂടി പറഞ്ഞുതരാം. നിങ്ങൾ ഈ വെജിറ്റബിൾസ് ഒക്കെ ഈ റോ ആയിട്ട് പച്ചക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഡൈജസ്റ്റീവ് വീക്കായ വ്യക്തികൾക്ക് ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ കൂടാൻ കാരണമാകും. അപ്പം നല്ല രീതിയിൽ കുക്ക് ചെയ്ത് കഴിക്കുക എന്ന് കരുതി ഈ ഒരു സലാഡുകൾ കംപ്ലീറ്റ് ആയി ഒഴിവാക്കാനല്ല പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ അളവിൽ കഴിക്കണം. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇതിനോട് അഡാപ്റ്റ് ആവാനും നിങ്ങളുടെ ഡൈജഷൻ എബിലിറ്റി കുറച്ചുകൂടി മെച്ചപ്പെടാനും സഹായിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു കണ്ടന്റ് ആയിട്ട് വരാം. അതുവരേക്കും ഗുഡ് ബൈ.